ഈ റെസ്പോൺസ് റെഗുലേറ്റർ എന്ന് പറയുന്ന ആരാറ് എന്തിൽ പ്രസൻ്റ് ആണ്? ഈ ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസത്തിൽ പ്രസൻ്റ് ആണ്. ദെൻ ഈ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഹിസ്റ്റഡിൻ കൈനേസ് ഡിറ്റക്റ്റ് ചെയ്യും എൻവയോൺമെൻറ്റിലുള്ള സോഡിയത്തിൻ്റെ പ്രസൻറ്റ്. ദെൻ ആ സോഡിയം പ്രസൻ്റ് ആണെന്നുള്ള സിഗ്നൽ ഹിസ്റ്റഡിൻ കൈനേസ് എന്ത് ചെയ്യും? സൈറ്റോപ്ലാസത്തിലുള്ള റെസ്പോൺസ് റെഗുലേറ്ററിന് കൊടുക്കും. ഈ റെസ്പോൺസ് റെഗുലേറ്ററാണ് തീരുമാനിക്കുന്നത് എന്ത് ജീനാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ദെൻ ആ ജീൻ തീരുമാനിക്കും ഏതാണ് mRNA ഫോം ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ഫോം ചെയ്യും? പ്രോട്ടീൻ ഫോം ചെയ്യും. ഈ ഒരു ഫോമേഷനാണ് നടക്കുന്നത്. അപ്പം അതാണ് മുമ്പേ പറഞ്ഞ ആ ഗ്ലൂക്കോസിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഹിസ്റ്റഡിൻ കൈനേസ് എന്ത് ചെയ്യുന്നു? സറൗണ്ടിങ്ങിലുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ സിഗ്നലിനെ റെസ്പോൺസ് റെഗുലേറ്ററിന് കൊടുക്കുന്നു. ദെൻ ആ റെസ്പോൺസ് റെഗുലേറ്റർ വന്ന് കഴിയുമ്പോഴാണ് എന്ത് ജീനാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. എന്നിട്ട് അവിടെ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ mRNA, പിന്നീട് അവിടെ പ്രോട്ടീൻ ഫോർമേഷൻ നടക്കുന്നു. ഇനി ഈ സിഗ്നലിനെ ഹിസ്റ്റഡിൻ കൈനേസ് റെസ്പോൺസ് റെഗുലേറ്ററിന് എന്ത് കൊടുക്കുന്നു? ഈ സിഗ്നലിനെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അതായത് ഈ സിഗ്നലിന് ഡയറക്റ്റ് അകത്തേക്ക് കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ATP ഇല്ലേ, ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ റിലീസ് ചെയ്യും. ദെൻ ആ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഈ ഹിസ്റ്റഡിൻ കൈനേസുമായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഈ ഹിസ്റ്റഡിൻ കൈനേസിൽ ഈ ഫോസ്ഫേറ്റ് മോളിക്യൂളും ഉണ്ട്, ദെൻ സിഗ്നലും ഉണ്ട്. ഈ ഫോസ്ഫോറൈലേഷൻ നടന്ന ഈ ഫോസ്ഫേറ്റ് മോളിക്യൂളിൻ്റെ ഹെൽപ്പോട് കൂടി ഈ സിഗ്നൽ എന്ത് ചെയ്യും? ഈ റെസ്പോൺസ് റെഗുലേറ്ററിൽ വരുന്നു. ദെൻ അതിനെ ആക്റ്റീവ് ആക്കുന്നു, ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, mRNA, പ്രോട്ടീൻ. അതാണ്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ആ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ സർവൈവ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ആ ഒരു 2 കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്.